വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ പലരും ഇപ്പോൾ നിലപാട് മാറ്റിയെന്ന് വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. സിനിമയിൽ തുടർന്ന് മുന്നോട്ട് പോകേണ്ടതുകൊണ്ടാണ് ഈ നിലപാട് മാറ്റിയതെന്നും പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലുള്ള മാഫിയ സംഘം മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ 15-അംഗ മാഫിയ സംഘമാണ് പലരുടെയും നിലപാട് മാറ്റത്തിന് പിന്നിൽ. തിലകൻ ചേട്ടനെ വിലക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ. മാക്ട ഫെഡറേഷൻ പിളർത്തിയതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരാണ് പിളർത്തിയത്? തുളസിദാസ് വിഷയത്തിൽ ദിലീപാണ് അത് ചെയ്തതെന്ന് വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപാണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു. മലയാള സിനിമയിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചുവെക്കുന്നത്? ഇത് മാത്രമല്ല, പല കാര്യങ്ങളും മറച്ചുവെക്കുന്നുണ്ട് എന്നാണ് ബൈജു കൊട്ടാരക്കര ചർച്ചയിൽ പറഞ്ഞത്. മാത്രമല്ല, 35 വർഷമായി ഞാൻ ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട്. സിനിമാ മേഖലയിൽ അലിഖിതമായ നിയമങ്ങളുണ്ടെന്ന് മാലാ പാർവതിയും പറഞ്ഞു. ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിഖരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാകില്ലെന്നാണ് ചൂഷകന്മാരുടെ നിയമങ്ങൾ. തിലകനും വിനയനും പാർവതി തിരുവോത്തും ഞാനുമൊക്കെ ഈ ചൂഷകന്മാരുടെ ഇരകളാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിലാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ സിനിമാ ലൊക്കേഷനിലുണ്ടെന്നും പറയുന്നു. കൂടെ കിടന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലെന്നാണ്. സിനിമാ വ്യവസായത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് വെളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ആളുകളാണോ അതോ അതിനകത്ത് തന്നെയുള്ള പുഴുക്കുത്തുകളാണോ എന്ന് ആദ്യം ആലോചിക്കണം. 4.5 വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയിലെ അനീതികൾ അടക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകൻ വരെ ചൂഷണം ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു 15-അംഗ പവർ ഗ്രൂപ്പുണ്ട് എന്ന് തുടങ്ങിയ ശ്രദ്ധേയ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരു അംഗം ദിലീപാണെന്ന് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത്. റിപ്പോർട്ടിൽ ദിലീപിന്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ല. അതിനാൽ തന്നെ ബൈജു കൊട്ടാരക്കര നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നേക്കാമെന്നാണ് സോഷ്യൽ മീഡിയ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മലയാള സിനിമയെ നിയന്ത്രിച്ചിരിക്കുന്ന ഈ ശക്തന്മാരെ കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. തിലകൻ അടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തൽ. സംവിധായകൻ വിനയന്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കിയത്.